ഇത് സംഭവം ലീക്കായെന്നാണ് തോന്നുന്നത്. എന്തു പറ്റി? കണ്ട തൊട്ടികളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കണം. എങ്കിൽ നിന്റെ വായിന്ന് തന്നെ നീ ലക്ഷം കിട്ടും കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞു നടന്നു. ഇത് അതൊന്നും അല്ല. നീ ഈ സാധനത്തിനെ കൊണ്ട് വീട്ടിനകത്തിരിക്കണം. അല്ലാതെ പ്രാവ് പറത്താനും മീൻ പിടിക്കാനും ഒക്കെ കൂടെ കൊണ്ടുവന്നാ ഇങ്ങനെ ഇരിക്കും. അത് തന്നെ ഞാനും പറഞ്ഞത്. കിട്ടുന്ന കാശിന് ഇതിനെ കൊണ്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. മണ്ട, ഇപ്പൊ കൊടുത്താൽ ഇത്രയും നാളെ ഇവിടെ തിന്ന് മുടിച്ചതുകൂടി മുതലാവൂല. കുറച്ചും കൂടെ പോട്ടടേ. 460 രൂപ ഇപ്പൊ തന്നെ ഇവക്ക് വേണ്ടി ചെലവായി. എന്റെ കാശാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. നീ എവിടെയും കൊണ്ട് അങ്ങോട്ട് മാറണം. എവിടെ? എടേ, അലക്കാരൊക്കെ അടിച്ചു കണിക്കുന്ന സ്ഥലമില്ലേടേ? ഡോബി ഖാന. അവിടെ ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. വിവരമില്ലാത്ത കുറച്ച് കഞ്ഞികളാണ് ചുറ്റും താമസം. നേരം വെളുക്കുമ്പോൾ അലക്കാരൊക്കെ അടിച്ചു കണിക്കാനായിട്ട് പോകും. അവന്മാരാണ് പത്രവും വായിക്കില്ല. നീ ഒരു 10-20 ദിവസം ആ ഏരിയയിൽ എവിടെ പോറ്റിയാൽ നിന്നെ എവിടെ ആരും അറിയേയില്ല. റേറ്റ് കൂടി വരികയും ചെയ്യും. നമുക്ക് കച്ചവടം ഉറപ്പിക്കാം. 10 ദിവസം ഈ സാധനത്തിനെ കൊണ്ട് ഞാൻ അവിടെ കിടന്ന് കറങ്ങുക, നീ ഇവിടെ സുഖമായിട്ട് കഴിയാ. നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. കുറച്ചു ദിവസം കിളവന്റെ കാപ്പി പാത്രം താങ്ങാൻ പറ്റൂല. അത്രയല്ലോട് നഷ്ടം. അയാള് കാപ്പി കുടിക്കണ്ട. കാലണക്ക് പ്രയോജനമുള്ള ജോലി എന്തെങ്കിലും ചെയ്യടാ. ഞാൻ പറയുന്ന നീ ഒന്നും പണയണ്ട, ഞാൻ പണഞ്ഞേരാ. മതി എണീറ്റ് വാ. നീ എന്താ പറയാന്ന് പറഞ്ഞു? അതായത് ആദ്യം ആ പെണ്ണിന്റെ ഷേപ്പ് ഒന്ന് മാറ്റണം. സ്വന്തം തന്ത കണ്ടാ പോലും തിരിച്ചറിയരുത്. എങ്ങനെ മാറ്റും? അവളുടെ തല അങ്ങ് വെട്ടിക്കളാ. ആക്കരുത്. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. എടോ, ഗതികേടിന് വല്ലവരും കണ്ടാ തിരിച്ചറിയില്ലേ? സ്ഥിരമായിട്ട് ഫോട്ടോ പത്രത്തിൽ വന്നോണ്ടിരിക്കല്ലേ? അതുകൊണ്ടല്ലേ ഷേപ്പ് മാറ്റണമെന്ന് പറഞ്ഞ കണാപ്പേ. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ കണാപ്പേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് അവളുടെ തലമുടി ഇവിടെ വെച്ച് മുറിക്കാം. എന്നിട്ടൊരു കണ്ണാടിയും കൂടെ വെച്ച് കൊടുക്കാം. എങ്ങനെ? കൊള്ളാം. ഞാനൊരു ഐഡിയ പറയാം. അവക്കൊരു മീശ കൂടി വെച്ച് കൊടുത്താലോ? അറിയുമല്ലേ? ഇല്ല, നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ മീശ മാത്രം പോരാ, ഒരു താടിയും വെച്ച് ഒരു ടർബനും കൊടുത്ത് ഒരു സർദാർജി ആക്കി തല വഴി മുണ്ടിട്ട് നടത്താം. അതെങ്ങനെ ഇരിക്കും? നിന്നെ പോലൊരു മര കഴുതേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മീശ വെക്കാൻ പോലും കുളമാക്കല്ലേ. നീ പോയി തലമുടി വെട്ടാൻ ഒരാളെ വിളിച്ചോണ്ട് വാ, ഒരു കണ്ണാടി. പോ. തലമുടി ഞാൻ വെട്ടാൻ. അതാണ് നിനക്ക് പറ്റിയ പണി. പക്ഷെ ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെ കൊണ്ട് വെട്ടിക്കാം. നീ പോയേ. എവിടെ കൊടുക്കുന്നതിന് മുമ്പ് 2 എണ്ണം പൊട്ടിച്ച് ഞാൻ കൊടുക്കും. ഒരെങ്ങനെ ഒരാളെ വിളിച്ചോണ്ട് വരാൻ പോയി. ഒരു മാമനെ. വേണ്ട വേണ്ട, മുടി വെട്ടണ്ട. നിന്നെ ഐസ്ക്രീം
ആ ഇനി ഇതും കൂടെ ബാക്കിയുള്ളൂ. ഓഹോ ഇതോ. ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് കഴിയാനുള്ളതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആകെ മൊത്തം 750 രൂപ 60 പൈസയായി. വാടക വേറെ, പിന്നെ മണ്ണെണ്ണ, മല്ലി, മഞ്ഞള്, മുളക്, അരിയൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ വാ. എന്ത്? അല്ല, ഇനി കുറെ ദിവസം ഈ ഉപദ്രവമായിട്ട് ഞാൻ ഇവിടെ താമസിക്കാൻ പോവാണല്ലോ. അപ്പൊ ഈ കച്ചവടത്തിന്റെ കണക്ക് എങ്ങനെയാണ്? നമ്മള് കണക്ക് വേണോ അളിയാ? വേണം അളിയാ. നമ്മൾ തമ്മില് ഇപ്പൊ കണക്ക് പറഞ്ഞില്ലെങ്കില് പിന്നെ പറയുമ്പോ തെറ്റും. എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ല. എനിക്ക് ഈ ലോകത്ത് ഒരാളെ ഉള്ളൂ വിശ്വാസമില്ലാതായിട്ട്, അത് നീയാണ്. നിന്റെ സ്വഭാവം ഓന്തിന്റെ പോലെയാണ്, എപ്പോഴാണ് മാറുന്നെന്ന് പറയാൻ പറ്റില്ല. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇങ്ങനെയെങ്കിൽ എങ്ങനെ? കിട്ടുന്നതില് നിനക്കെത്ര എനിക്കെത്ര എന്ന് വ്യക്തമായിട്ട് പറയണം. സപ്പോസ് 1 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കുക. അതിൽ നിനക്കെത്ര എനിക്കെത്ര? 1 ലക്ഷം ആണെങ്കിൽ 40 നീ എടുത്തു, 60 മതി എനിക്ക്. ഓ, അപ്പൊ ശരി, എനിക്ക് സമ്മതം. നീ ഇവിടെ താമസം എവിടെ കൂടെ? എന്നെ കൊണ്ട് പറ്റൂല. അത് നിന്നെ കൊണ്ട് പറ്റൂല. ജീവൻ പണയം വെച്ചാ ഞാൻ ഇതിന്റെ കൂടെ കഴിയുന്നത്. 60 എനിക്ക്, 40 നിനക്ക്. ഇതിന്റെ അടി ഇടിയും ചവിട്ടും തൊഴിയൊക്കെ കൊള്ളുന്ന ഞാനാ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാ. തടിയുടെ കാര്യങ്ങളാ. ഇത്രയും കാലം ഈ വട്ടിന് ഉടുപ്പ്, പാവാട, പാവ, മരുന്ന്, മങ്ങിയൊക്കെ മേടിച്ച് ഞാനാ. അതിന്റെ കണക്കോ? അതിന്റെ കണക്ക് നീ വേറെ വെച്ചോ. ഇതിൽ 60 എനിക്ക്, 40 നിനക്ക്. സമ്മതം ഉണ്ടെങ്കിൽ മതി, ഇല്ലേ ഞാൻ പോവാ. ഒരുമാതിരി കണ്ണിച്ചോരലത്തെ വർത്താനം പറയാടേ. കഷ്ടപ്പാട് എനിക്കുണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, 40ന്റെ കൂടെ ഒരു 10,000 കൂടി ഇട്ടോ. പറ്റില്ല. ഒരു 5,000, ഒരു 1000 രൂപ. ചുമ്മാ ഇരിടേ. ശരി, 500 ഉറപ്പിച്ചോ. ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ? എടാ 200, 100 രൂപയുടെ. എടാ ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. കുട്ടി പുഴിക്കത്തില്ലടാ. ഇതെന്തോന്നാ? അത് പൗഡർ. അയ്യേ, ഫോണ്. ആ, ഫോണെങ്കിൽ ഫോൺ. ഫോണിനെ കണ്ടറിയില്ലേ? ഇതെന്തോന്നാ? അത് വിറവ് കൊള്ളി. അല്ല, കുന്തം. കുന്തമെങ്കിൽ കുന്തം. ഇതെന്തോന്നാ? അയ്യോ, അതവിടെ വെക്കേ. മൗത്ത് ഓർഗൻ അവിടെ വെക്കേ. ഇതെന്തോന്നാ? ഇതാണോ അമ്മേന്റെ നായര്? ഇതല്ലേ അമ്മേന്റെ നായര്? എന്താണോ? കോഴിക്കറിയാ. ഓഹോ. എന്താ? അല്ല, എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ, കഴിക്കുന്ന മുമ്പ് ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ? ഇനി വല്ലതും ഉണ്ടോടോ നക്കാൻ? തന്നെ മീൻകറിയാ. ഒരു വടി കിട്ടുമോ? പിന്നെ വടി ഇവിടെ ഉണ്ട്. എന്തിനാ? ഇതിനെ ഒന്ന് കൊന്നു തിന്നാനാ. പുഴയെന്ന് പിടിച്ച് അതുപോലെ ഇട്ട് കൊണ്ടുവന്നിരിക്കല്ലേ. ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ല. ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവയ്ക്കാം. പാത്രത്തിലോ? എന്നാ താനൊരു കാര്യം ചെയ്യും, ഒരു 10-15 പാത്രം ഈ ടേബിളെ നിരത്തി വെച്ചിട്ട് ഉപ്പ്, മുളക്, ഉള്ളി, ജീരകം, കറിവേപ്പില എല്ലാം അതിലിട്ട് വെച്ചാല് ഞാൻ എന്റെ പരുവത്തിനടുത്ത് കഴിച്ചോളാം. ഇനി മേല ഞാൻ അങ്ങനെ ചെയ്യാം. തന്നെയൊക്കെ തീറ്റിപ്പോരുന്ന എന്നെ വേണം പറയാൻ. തനിക്ക് പ്ലേറ്റ് ഒന്ന് കഴുകി വെച്ചു കൂടോ. കഴുകിയിട്ടുണ്ടല്ലോ. പച്ചവെള്ളത്തിലായി? അല്ല, ചൂടുള്ളത്തില്. ആര് പറഞ്ഞു ചൂടുള്ളത് കഴിയാൻ? എന്നാ ഞാൻ ഒരു സത്യം പറയാം, ഞാൻ പച്ചവെള്ളത്തിലാണ് കഴിയുന്നു. എന്താണോ? അല്ല, കൈകൊണ്ട് എന്തിനു സഹായം ചെയ്യാൻ? തനിക്ക് ഉള്ളതൊക്കെ അകത്തിരിപ്പില്ലേ? ഇനി ഇവിടെ നിന്ന് നാക്ക വെള്ളം ഊരിച്ച് കൊതി പിടിപ്പിച്ച് എന്റെ വയറ് ചീത്തയാക്കേ പോകണോ? 10 லட்சமும் காரும் எங்கிட்ட இருந்து காமதேவன் யாரும் வாங்கினாலும் சரி, நிச்சயமா அடிக்கும். നീ വലിയ വാചകം അടിക്കണ്ട, ഒരു ടിക്കറ്റ് തന്നെ. அப்படியா? இந்த பாட்டு பாருங்கோ, உங்களுக்கு தான். ഇത്തവണെങ്കിലും അടിക്കോ? എന്താ നിനക്കൊരു അടി വേണമെന്നുണ്ടാ? ഇരിക്കവിടെ. എന്തിനട ഈ മയിൽ കുറ്റി കുഴിച്ചിട്ട് പോലെ ഇവിടെ ഇരിക്കണേ? അതിനെ ചിരിക്ക. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ചേട്ടാ, ആ ടിക്കറ്റ് ഇങ്ങോട്ട് എന്തിനാ? ഇങ്ങോട്ട് തന്നേ. നിനക്ക് ഇതിനെ പറ്റി അറിയോ? KL 720 78431. ഭവാനി
ചേട്ടാ ആ. ഇപ്രാവശ്യം ചേട്ടൻ അടിച്ചിരിക്കും. ഞാനാ പറയുന്നത്. ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പ് ദൈവ വിചാരം വേണ്ടേ? നിന്റെ നാക്ക് നല്ലതാണോ? എന്റെയോ? ആ. ദേ നോക്കിയേ. ശരിയാ. ആ. ശരി. ഞാൻ എങ്ങനെ സംസാരിക്കാനാ? അച്ഛൻ കാലത്തെണീറ്റ് മുറുക്കി പുറത്തു വന്നാ ഒപ്പം കാണും. വാല് പോലെ കിട്ടുണ്ണേട്ടൻ. വഴിയുണ്ട്. കിട്ടുണ്ണി സ്ഥാന സ്ഥലം വിട്ടോളും. അയാൾ ഇന്നെടുത്ത കാമധേനു ലോട്ടറി ടിക്കറ്റിന്റെ നമ്പറായത്. അയാൾക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല. പേപ്പർ നോക്കി അടിച്ചത് ഈ നമ്പറിനാണെന്ന് അയാളെ പറഞ്ഞ് ധരിപ്പിക്കണം. ആ സെക്കൻഡിൽ അയാൾ സ്ഥലം വിട്ടോളും. കിട്ടുണ്ണേട്ടാ, ഓ, കാമധേനുവിന്റെ ഫലം. കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അയ്യോ, ഞാനത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ. ഒന്നാം സമ്മാനം 10 lakhs ആൻഡ് അംബാസിഡർ കാറും. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ കൊറേ കണ്ടിട്ടുണ്ട്. എൽ എല് 7 7 2 2 0 0 7 7 8. 8. ഇതുവരെ ശരിയാണോ കിട്ടുണ്ണേട്ടാ? ഇതുവരെ വളരെ ശരിയാ. 4 4 3 3 1. എന്താ പറഞ്ഞേ? 1. 1. ആ, അടിച്ചു മോളെ. താൻ എവിടേക്കായി നോക്കണേ? താൻ എന്താ പൊട്ടം കളിക്കുക? ഞാൻ തന്നെ വിളിച്ചത്. എടോ, കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകോളിനും കടിച്ചു പിടിച്ച് നാലണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിന്നൊന്നും ഞാൻ ശരിയാക്കി തരടാ. എടാ മുരട്ട് കാളെ, സുപ്രീം കോടതിയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയതല്ലേ നീ എന്റെ തന്തയ്ക്ക്? ഇത്രയും നാള് ഞാനത് കേട്ടതേ എന്റെ ഗതികേട് കൊണ്ടാ. ഏത് പേട്ടയ്ക്കും കാശുണ്ടായ ഏത് പാവപ്പെട്ടവന് തന്തയ്ക്ക് വിളിക്കാം. 35 കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ? ആ തെറിയൊക്കെ ഞാനിപ്പൊ തന്നെ വിളിച്ചിരിക്കണു. എന്ത് ഡാന്ന അടിച്ച് നിന്റെ മൂന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. താൻ എന്താ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നോക്കി ഞാനിവിടെ കഴിയുന്നു വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം. കുറച്ച് വേലക്കാരെ ഞാൻ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ചു കാണിക്കാം. ഇങ്ങോട്ട് നോക്കണോ? പെട്ടേ, താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർഖം പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്ന്. അതേടാ, മൂർഖം പാമ്പിനെ തന്നെയാ നീ പാല് കൊടുത്ത് വളർത്തിയത്. എത്ര പേരെ താൻ ഈ തൂക്കി കൊല്ലാൻ വിരിച്ചിട്ടുണ്ട്. അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് ഇഷ ഇങ്ങ ചച്ച ജജ്ജ ഞഞ്ഞ ടട്ട ഡഡ ഞണ്ട ടട്ട ഡഡ വരയ്ക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ. നീ പോട. അത് വേണ്ട, മത്തങ്ങ തറിയ ധൈര്യം. നീ ഇങ്ങ് വട പുറത്തേക്ക്, ഇങ്ങ് വട. അത് ശരി, മത്തങ്ങ തറിയ ഞാൻ. ഇങ്ങനെ തുടങ്ങും. ഡാഡി വേണ്ട, അച്ഛൻ. പപ്പ. സ്വീറ്റ് മാൻ. അങ്ങനെ വിളിച്ചാലോ? Walked you right into a trap. How could you be so stupid? Matt's dead. They cut his throat ear to ear, you know what I mean? Cody. സർ, ഇതൊക്കെ
ഇതൊക്കെ എവിടെ വെക്കേണ്ടത്? എന്റെ തലയിലെ പേടിപ്പിച്ചു കളഞ്ഞല്ല. ഈ പാലൊക്കെ എനിക്ക് പാലുണ്ടോ? നീ ആരാ? എന്റെ ഭാര്യ. ഉറങ്ങുന്നതിന് മുമ്പ് കൊണ്ടുവച്ചാല് ഉപദ്രവമില്ലല്ലോ കരുതി. എന്നാ പിന്നെ എവിടെ വെച്ചിട്ട് പോയാ പോരായിരുന്നോ? പിന്നാരം പറയാൻ കണ്ട നേരം. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നു. കുറെ നേരമായി ഞാനിവിടെ വന്നിരിക്കുന്നു. നീ ആനയും അമ്പാരിയും വേണമായിരിക്കും ചോറും കൊണ്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ നേരത്തെ ഇവിടെ കൊണ്ട് കൊടുക്കാൻ മേലായിരുന്നോ? ഓ, ഇതിന് ഭയങ്കര ഭാരമല്ലേ? അതുകൊണ്ടായിരിക്കും പ്ലേറ്റിലൂടെ കൊണ്ടുവരായിരുന്നത്. നിന്റെ വായിലെന്തുവാ? ഒഴുകട്ടെ. ഇതെന്താ? ആപ്പിള്. അതെനിക്കറിയാം. ബാക്കിയുള്ളതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് വരുമായിരിക്കും. ഇന്നതേ ഉള്ളു ഊണിന്. അതെന്താ? ചോറും കറിയൊന്നും വെച്ചില്ലേ? ഇല്ല, ഇതും നിന്ന് വെള്ളം കുടിച്ചാൽ മതി. വേണേ രണ്ടെണ്ണോട് തരാം. അത് നിന്റെ മറ്റവനോട് കൊടുത്താൽ മതി. നിന്റെ ഇഷ്ടത്തിന് എനിക്കോരോന്നും ചെയ്തു തരാനല്ല കാശ് നിന്നോട് നിർത്തിയിരിക്കുന്നത്. എന്തോന്നാ നിനക്ക് ഇവിടെ ഇത്ര മലമറിക്കുന്ന പണി? മലമറിക്കാൻ എത്രയും പ്രയാസമല്ലേ? തർക്കുത്തരം പറയുന്നോ? മിണ്ടാണ്ട് നിന്ന വായിൽ കൊഴുക്കട്ടെയാണോ ചോദിക്കും. മിണ്ടിപ്പോയ തർക്കുത്തരായിപ്പോ. ഇതെന്തോന്നാടോ അപ്പനെ? എന്നാ നേരെ വല്ലതും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? അതുമില്ല. മര്യാദക്ക് ജോലി ചെയ്യാൻ നിനക്ക് എന്തോന്നാണ് ഇവിടെ ഒരു കുറവ്? എടിപൊടിന്നൊക്കെ വിളിക്കാൻ വേറെ ആളെ നോക്കണം. എന്നാ പിന്നെ നിന്നെ ഞാൻ അകത്താരമേന്ന് വിളിക്കാം. നീ എന്റെ മോളൊന്നുമല്ല, ഇവിടുത്തെ അടിച്ചളിക്കാരിയാ. എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണിയെ ചെയ്യാൻ സാധിക്കുള്ളൂ. കിട്ടുന്നേ അയാൾ ഇവിടുത്തെ പേക്കൂത്ത് സഹിക്കാൻ വയ്യാതെ പോയി. അവിടെ എനിക്കിപ്പോ ആരാണ് ഊണെന്താ റെഡിയാത്തതെന്ന്? രാവിലെ അരി അടുപ്പത്തിടാൻ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? എനിക്ക് ചൂടാക്കിയില്ലല്ലോ, പച്ചവെള്ളത്തിലാണല്ലോ കുളിച്ചത്. വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ കാച്ചാൻ പറഞ്ഞത്. അത് നടന്നോ? അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞേ? എന്നിട്ട് വാങ്ങിച്ചോ? ഇല്ല, ഇവിടെ മുഴുവൻ തുടച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അതും ഇതുവരെ ചെയ്തില്ലല്ലോ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ ചോറ് വിളമ്പാ പറഞ്ഞത്. കഴുകി വെച്ച് അരി ഇരിപ്പുണ്ട്, മതിയെങ്കിൽ അത് വിളമ്പാം. അത് നിന്റെ തന്തയോട് എന്ന് പറഞ്ഞാൽ മതി. തന്തയോട് തന്നെ പറയുന്നു. ഒരു മണിക്കൂർ വേറെ ഒരു ജോലിയും പറയാതിരുന്ന ചോറുണ്ടാക്കി തരാം. എനിക്ക് വേണ്ട. ഒരു നേരം ഉണ്ടല്ലെന്ന് ഞാൻ ചത്തൊന്നും പോകുമല്ലോ. ഇവിടെ ആപ്പിൾ എവിടെ? ആപ്പിൾ എവിടെ? ഞാൻ തിന്നു. ഓ, നിന്റെ കാര്യങ്ങളൊക്കെ നേരത്തിനും കാലത്തിനും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. വായി നോക്കി നിൽക്കാതെ അകത്ത് രണ്ടിനും എടുത്തോണ്ട് വാ. ആപ്പിളെങ്കിൽ ആപ്പിൾ മനുഷ്യനെ വിശക്കുന്നു. അവിടെ ഉണ്ടായിരുന്നു, ഞാൻ തിന്നു. നിന്നോട് ആര് മതി എടുത്തു തരാൻ? ഒരു നേരം ഒന്നും കഴിച്ചില്ല എന്ന് വെച്ച് ചത്തൊന്നും പോവില്ലല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് അദ്ദേഹത്തിന് പ്രാന്താന്ന, പിന്നെ മനസ്സിലായേ. എന്തായാലും യജ്ഞദ്ദേഹത്തിന് വന്ന മാറ്റം കിട്ടുണ്ണിയെ കണ്ടാൽ അറിയാം. തന്തയ്ക്ക് വിളിയൊക്കെ ഇപ്പൊ നിർത്തി. തമാശയും കളിയും ചിരിയൊക്കെ അല്ലേ. ഏതായാലും ആ പെണ്ണൊരു മിടുക്കിയ. യജ്ഞദ്ദേഹത്തിനെ വരയ്ക്ക ഉള്ളു കൊണ്ടുവന്നില്ലേ. അവള് ജോജിയുടെ ആരാന്നാ പറഞ്ഞേ? അവന്റെ അകന്ന ബന്ധത്തിൽ ആരാന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടാ കൊണ്ടുവിട്ടിരിക്കുന്നത്. കിളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. 5 ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത്. മിസൈല് വല്ലതും ഉണ്ടായിരുന്ന ഉള്ളില്.
ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പുറത്ത് പോലീസുകാർ ഇപ്പുണ്ട്. അവരോട് അകത്ത് കയറി വരാൻ പറ. മോഷണ ശ്രമത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുക. അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എന്നെ ഒന്ന് തൂക്കിക്കൊല്ലാൻ പറ. സാറേ, ഈ കണക്കിലൊരു സംശയം. സാർ, ഇത് 75,000, ഇത് 5, ആകെ മൊത്തം 80,000. ആളെ കാണിച്ചു തരാന്നുള്ള കരാറേ നമ്മൾ തമ്മിലുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ആൾക്കാർ ചെയ്തോളൂ. പാരുങ്ങ, രണ്ടുപേരും പിന്നാടി പോക. പോ ശീഘ്രം. ആളിറങ്ങി ഓടിക്കളയും, വിടരുത്, ഉപദ്രവിക്കും, സൂക്ഷിക്കണം. നിശ്ചയ കയ്യ വെച്ച അത് റാങ്ക പോണതില്ലേ. സത്യം പറഞ്ഞ ഇത് പോരാ. കുറച്ചുകൂടെ തരാം. ഓ, അവൾ ഇവിടെ തന്നെ അല്ലേ താമസം? അതെ, അതൊക്കെ നീ വാ. ഞാന് ഇനി വരാൻ. ഒന്നുമില്ല, എല്ലാ അവന്മാരടിച്ചിളക്കി. കിടക്കണം. ഞാൻ പറയുന്ന ഒന്ന് എന്നെ തുടരുത്. നീ ഇമോഷണൽ ആവരുത്. ആവും ആവും. എടാ, നീയോ പ്രാന്തിയും കൂടി ഇത്രയും നാൾ തിന്ന് മുടിച്ചത് എന്റെ കാശ്. നീയും അവളും കൂടി ഇത്രയും നാൾ ഉടുത്തൊരുക്കി ചിങ്കരിച്ച് നടന്നത് എന്റെ കാശ്. അവസാനം നീ കാണിച്ച് തെണ്ടിത്തരത്തിന് ഓടിഞ്ഞത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല. ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലടാ. ഞാൻ നിന്നോട് അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട. ഞാനതിന് തയ്യാറല്ല. ഞാൻ പറയുന്ന ഒന്ന് നീ കേക്ക്. കേക്കണ്ട. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി. എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക്. വേണ്ട, ദയവായിട്ട് ഞാൻ പറയാം. വേണ്ട, വേണ്ട, വേണ്ട. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്. നീ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അല്ല നിന്നെ കാണാൻ വേണ്ടി പുല്ലേ. ഗുഡ് ബൈ. നീ അവളെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും ശരി, ഞാൻ കണ്ടുപിടിക്കൂടാ. ഞാൻ കണ്ടുപിടിക്കും. எனக்கு ஒண்ணுமே புரியலையே. உங்களுக்குள்ள என்ன தகராறு? മാങ്ങാത്തൊലി എഴുതി പോടോ. വരാൻ്റെ ചിത്രത്തിൽ പേപ്പർ വായിക്കണം. മേഡം, ഉങ്ങൾക്കുള്ള തന്നെ തകരാറ്.